കഴപ്പ് തീർത്തപ്പോൾ അവസാനം അത് പീഡനമായി. ഇതൊരു ന്യൂസിന്റെ താഴെ വന്ന ടോപ്പ് കമന്റ് ആണ്. ഏത് ന്യൂസ് ആണെന്നല്ലേ? നാദാപുരത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. ഇതൊരു പോക്സോ കേസാണ്. ഇതുപോലത്തെ പോക്സോ കേസുകളുടെയൊക്കെ ന്യൂസിന്റെ താഴെ വരുന്ന കമന്റുകൾ ഇതിലും ഡിസ്റ്റർബിംഗ് ആണ്. ആദ്യം കണ്ടതിനെക്കാട്ടിലും ഡിസ്റ്റർബിംഗ് ആണ്. ആദ്യം കേസെടുക്കേണ്ടത് അവളുടെ പേരിൽ. ഇത്രയും പീഡിപ്പിച്ചപ്പോൾ ആ കുട്ടി ഉറക്കമായിരുന്നു. സൂചി അനങ്ങാതെ നിന്നാലേ നൂല് കയറുകയുള്ളൂ. പല സ്ഥലത്ത് പോയി പീഡനം വാങ്ങി എന്ന് പറയുന്നതാവും നല്ലത്. പെൺകുട്ടി ഇപ്പൊ പാവം. ആ പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്യണം. ഇതിപ്പോ കുറെ നാളായി കേൾക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം പീഡനം. ഇതൊക്കെ പീഡനമല്ല, പരസ്പരമുള്ള സമ്മതത്തോടെ നടക്കുന്നതാണ്. കോഴിക്കോട് നാദാപുരത്താണ് സംഭവം. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡനത്തിന് ഇരയാക്കിയതിന് ബസ് ജീവനക്കാരടക്കം 5 പേരാണ് അറസ്റ്റിലായത്. ഈ 5 പേർ ആരൊക്കെയെന്ന് വെച്ചാൽ ആദിത്യൻ, സായുജ്, അനുനന്ദ്, സായുജ്, അരുൺ എന്ന ആൾക്കാരാണ്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിന്റെ ഇടയിലാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് കൗൺസിലറോട് പറഞ്ഞത്. കൗൺസിലർ പ്രിൻസിപ്പളുടെ അടുത്ത് വന്നു. പ്രിൻസിപ്പൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെ ഇത് വലിയൊരു പോക്സോ കേസായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു ചെറിയ പെൺകുട്ടിയാണ് എന്നൊന്നും ഈ കമന്റിലുള്ളവന്മാർക്ക് ആരോട് പറയാനാണ്? ഞാൻ കുറച്ച് കമന്റുകൾ കാണിച്ചു തരാം. 1 കൊല്ലം ആ കുട്ടി സുഖം അറിഞ്ഞ് ജീവിച്ചു. ഇപ്പോൾ കല്യാണാലോചന ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ 5 ആളിൽ നിന്ന് കിട്ടിയ സുഖം ഒരാളിൽ നിന്ന് കിട്ടുമോ എന്ന ആശങ്ക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എത്ര പ്രായം ഉണ്ടാവും? 14, 15, കൂടി വന്നാൽ 16. ആ ഒരു കൊച്ചിനെ പറ്റി ഇവനൊക്കെ പറയുന്നത് കണ്ടോ? ഇതെങ്ങനെ പീഡനമാവും? ആ കുട്ടിക്കെതിരെ കേസ് എടുക്കേണ്ടത്. ഇതെങ്ങനെ പീഡനമാവും എന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു മൈനറാണ്, അതായത് 18 വയസ്സായിട്ടില്ല. അപ്പോൾ പോക്സോ കേസാണ് അല്ലെങ്കിൽ പോക്സോ ആക്ട് ആണ് ഇതിൽ അപ്ലൈ ആവുക. പോക്സോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ്. അതായത് ലൈംഗിക ചൂഷണത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു ലോ ആണത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ടാണ് കാണുന്നത്. മൈനേഴ്സിന് കൺസെന്റ് കൊടുക്കാൻ സാധിക്കില്ല. ഇനി അഥവാ അങ്ങനെ ഒരു സമ്മതപ്രകാരമാണ് അല്ലെങ്കിൽ ഒരു സമ്മതം മൂളിയിട്ടുണ്ട് എങ്കിൽ കൂടെ അതൊന്നും വാലിഡ് അല്ല. കാരണം അവർ മൈനേഴ്സാണ്. ഒരാൾ കൊടുക്കുന്ന കൺസെന്റ് വാലിഡ് ആവണമെങ്കിൽ അയാൾക്ക് 18 വയസ്സിന് മുകളിലായിരിക്കണം എന്നതാണ് നിയമം. ആ പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ കുറേ നാളായി കേൾക്കുന്നു ഇൻസ്റ്റഗ്രാം പീഡനം. ഷീബ, നിങ്ങളിത് എന്താണ് ഈ പറയുന്നത്? അതൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് എന്നുള്ള ഒരു കൺസിഡറേഷനെങ്കിലും കൊടുക്കണ്ടേ? ഷീബയുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളിയില്ല. നിങ്ങളിപ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ അമ്മയാവുമ്പോൾ ഈ വാചകവും നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്ത കമൻറ്റും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മനസ്സിലാവും. പീഡിപ്പിച്ചു എന്ന് പറയരുത്, പലരുടെയും കൂടെ കിടന്ന് സൂചിച്ചു. ഇപ്പോൾ കുടുങ്ങിയത് പാവം ആൺകുട്ടികൾ. ഈ ഒരു കേസിൽ ആൺകുട്ടികൾ എങ്ങനെയാണ് ബ്രോ പാവങ്ങളാവുന്നത്? അതൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്. ആദ്യം കേസെടുക്കേണ്ടത് അവളുടെ പേര്. സുധാരേട്ട, നിങ്ങളിത് എന്താണ് ഈ പറയുന്നത്? തലയ്ക്ക് വല്ല വെളിവുണ്ടോ? 10ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ 5 പേര് ചേർന്ന് ലൈംഗിക ചൂഷണം ചെയ്തു എന്നൊരു ന്യൂസിൻ്റെ താഴെ വന്ന് നിങ്ങൾ എന്ത് തേങ്ങയാണ് കമൻറ്റ് ചെയ്യുന്നത്?